ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെറിയ ഫോൺ എടുത്തിയാൽ കുറേ ദിവസം ഞങ്ങൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് പറ്റിയില്ല. അതായത് ഞങ്ങൾ പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തെ താമസിക്കും, അതുകൊണ്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല. ഇന്ന് ഞങ്ങൾ ചുമ്മാ വെളിയിലോട്ടൊന്ന് ഇറങ്ങുന്നു, ഒരു കടയിലോട്ടൊന്ന് ഇറങ്ങുന്നു. ഞങ്ങൾ ഇവിടുത്തെ ഞങ്ങളുടെ വർക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകാറായി. ഒന്നീ നാളെ വൈകിട്ട് അല്ലെങ്കിൽ മറ്റന്നാൾ വൈകിട്ട് ഞങ്ങൾ 7 പേര് തിരിച്ച് അബുദാബിക്ക് തിരിച്ചു പോകും. ഞങ്ങൾ വെറുതെ വെളിയിലോട്ട് ഇറങ്ങിയേക്കാം. നല്ല തിരക്ക്. ഖത്തറിൽ സാധാരണ വണ്ടികളൊന്നും ഒരുപാട് കാണാത്തതാണ് സന്ധ്യയ്ക്ക്. ഇപ്പോഴൊക്കെ നല്ല തിരക്കാണ്, നല്ല തണുപ്പുണ്ട്. ഇവിടെ ഇപ്പോൾ തണുപ്പ് കൂടുതലാണെന്ന് പറയുന്ന ആൾക്കാർ. നല്ല തണുപ്പുണ്ട്. അബുദാബിയിലും നല്ല തണുപ്പുണ്ടെന്നൊക്കെയാണ് പറയുന്നത് അവിടെ ഇരിക്കുന്ന ആൾക്കാർ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അറിയാം എങ്ങനെയുണ്ട്, തണുപ്പ് ഉണ്ടോ അതോ കുറവാണോ എന്നുള്ളത്. കുറേ ദിവസമായി ഞങ്ങൾ 2-3 ദിവസമായി ഞങ്ങൾ വീഡിയോ ഇട്ടിട്ട്. കാര്യം ഞങ്ങൾ പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തെ താമസിക്കും. അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാനുള്ള ടൈം കിട്ടുന്നില്ല. ഇന്ന് പിന്നെ എന്തായാലും വെളിയിലോട്ടൊന്ന് ഞങ്ങളൊന്ന് ഇറങ്ങി വെളിയിലോട്ട്. ഞങ്ങൾ 3 പേരുടെ കൂടിയാണ് വെളിയിലോട്ട് ഇറങ്ങിയിരിക്കുന്നത്. വെറുതെ കടയിലോട്ടൊന്ന് പോകുന്നു. എങ്ങനെ പറയും കമ്പനി വെക്കാതെ പറഞ്ഞ 2 പേര് നിൽക്കാൻ പറയും. അച്ഛനും വിനോദം കൂടെ നിന്നു. ഞാനങ്ങ് വരും. എന്താ ഗൗതം വിജയൊക്കെ അടിച്ച് എന്ന് വരാൻ. അതെ, ഗൗതം 24-ാം തീയതി കൂടുതൽ നിൽക്കത്തില്ലേ? അങ്ങനെ നിങ്ങളുടെ ഇല്ല, 23-ാം തീയതി കൂടുതൽ നിൽക്കത്തില്ല. എങ്ങനെ 10 ദിവസം എന്തിനാ? ഇനിയിപ്പോൾ നാളെ അല്ല മറ്റന്നാളും ഒക്കെ ആയിട്ട് നമ്മളത് അടിക്കിയത് തീരുമല്ലോ. കണ്ടെയ്നറിട്ട് സാധനങ്ങൾ അടിക്കിയത് തീരുമല്ലോ. എന്തുപോലും കണ്ടെയ്നറിലോട്ടുള്ള ഞാനും വീണ് പോയെന്നുള്ളതാണ്. കണ്ടെയ്നറിലോട്ട് സൈറ്റിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെയെങ്കിലും ഒരു ഇച്ചിരി നേരമെങ്കിലും നമുക്ക് കിട്ടും. മാസ്റ്റിക് അടി മാത്രമേ ഉള്ളൂ അവിടെ, അല്ല വേറെ ഒന്നും ഇല്ല. അങ്ങനെ എൻ്റെ കൂടെ വരുന്ന 2 പേരെ ഞാൻ കാണിച്ചു തരാം. ഈ 2 പേരാണ് ഇന്ന് എൻ്റെ കൂടെ വരുന്നത്. പിന്നെ ഉള്ള നമ്മളെല്ലാം ഇൻസൾബിളേറ്റർമാരാണ്. അല്ലല്ല, ഞാൻ ഈ എ ടി എമ്മിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. അച്ഛനും ഇവിടുന്ന് കിട്ടത്തില്ലെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിനകത്തോട്ട് കയറുകയാണ്. പോട്ടെ, നീൻ്റെ ഭാഗത്തോട്ട് നോക്കാം. നീ നേരത്തെ അത് നോക്കാം. മത്തി കിടക്കണം. മുട്ട ഒന്നൊന്നും ഇപ്പം അങ്ങ് ഭയങ്കര വില കൂടുതലാണ് മുട്ടയ്ക്ക്. ഇത് 14 രൂപ. എത്ര രൂപ? 14 രൂപ ഉണ്ടോ? 14 രൂപ 15 രൂപ അവിടെ നിന്ന് ഏതാ കുരുമുളക്? അവിടെ ഇല്ല കുരുമുളക്? ഉണ്ടല്ലോ. 50 രൂപ കുരുമുളകാ? വേണ്ടിരിക്കുന്നു. ഇവിടുന്ന് എടുത്താൽ പോരെ? 5 രൂപ 25 പൈസ.
ഗ്രാം മതി. ഉള്ള ഗ്രാമൊക്കെ മതി 100 ഗ്രാം. അത് മതി ഈ 2 വർഷം ചെറുതുണ്ടോ നോക്കുക, അത് ചെറുതുണ്ടോ നോക്കുക. ചെറുത് ഇല്ല. ഇതെന്ത് പൊടിച്ച് ഞങ്ങൾ കൊണ്ടുപോയി കൂടി ആര് കൊണ്ടുവന്നു? ഞാൻ കൊണ്ടുപോകുന്നത്. ഇത് ഞാൻ 2 ദിവസം കൊണ്ട് ഇപ്പൊ എന്തായാലും ഈ 2 ദിവസം കൊണ്ട് 2.25 അത് കൊണ്ടിട്ടില്ല. ഇതാ നല്ലത്. എന്നാൽ അതെടുക്കും. പോരെ അത് മതി. എടുത്തു. അത് ഇപ്പുറത്തിരിക്കുന്ന വലുത് ഏതാടാ? ഈ ഇരിക്കുന്ന വലുത് ഇത് അത് കൊള്ളത്തില്ല. ഇതാ നല്ലത്. അല്ല, ഞാൻ ചോദിച്ചു ഇത് ഇപ്പുറത്തിരിക്കുന്ന ഏതാന്ന് ചോദിച്ചു. 45 ഇത് ഞാൻ ഇതാ ചോദിച്ചത്. ഇതേതാന്ന് ചോദിച്ചു. അല്ലല്ലടാ, അത് എൻ്റെ തൊട്ട് താഴെ ഇരിക്കുന്ന ആണ്ട്. ആ ഇതില്ല പൊള്ളാത്ത പത്രം അമ്മാര് മേടിച്ചിട്ടുണ്ട്. എന്നാ അതായിരിക്കും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അതിൽ ഒരെണ്ണം വാങ്ങിച്ച പൊള്ളാത്ത വന്നല്ലേ. ആ പച്ചിലമുളക് വേണ്ടല്ലോ. 3.25 ഇവിടെ ഇരിപ്പുണ്ട്. വേണ്ട. എടുത്തതാ 5 ഒരു വർഷം എടുത്തു. പോകുമ്പോ അല്ലെങ്കിൽ ഒരു ഇഞ്ചി വെള്ളം കുടിക്കാം. തേങ്ങ 2 എണ്ണം. ഇഞ്ചി വെള്ളം കുടിക്കാമെന്നു. പിന്നല്ല, പോകുമ്പോഴാണെങ്കിൽ ഇഞ്ചി വെള്ളം കുടിക്കാം. എല്ലാ രഞ്ജിത്ത് കാണും. രഞ്ജിത്ത് കാണാൻ എനിക്ക് പറഞ്ഞു തരും ഇങ്ങോട്ട്. അതാണ് രഞ്ജിത്തെ നീ ഇങ്ങോട്ട് പറഞ്ഞു തരണം എനിക്ക് കേട്ടോ. അതിനു വേണ്ടി ഇങ്ങനെ ഒരു കാര്യം പറയാം. വേറെ എന്ത് കൊടുക്കുന്നു? ആ അവൻ പറഞ്ഞെടുക്ക. പയർ വേണോടാ? വേണ്ടല്ലോ. അമ്മാറൊന്നും വേണ്ടല്ലോ. ഒന്നും വാങ്ങിച്ചാൽ തോരന് തയ്ക്കത്തില്ല. ഏതാ? അല്ലല്ല. ആ 2 മതി. ഏതാ? ആ അതിനോ കാണിരും. എന്തോ അതിന് എരിവുള്ളതാണോ? മുളകിന് ഒന്ന് കാണിച്ച്. മുളകൊന്ന് കാണിച്ച്. കാണിട്ട് മുളകൊന്ന് നല്ലപോലെ കാണിച്ചു. എരിവുള്ള മുളകാണ്. ഈ എരിവുള്ള മുളകാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് തരും കേട്ടോ. ഓക്കെ. ഇത്രയും വലിയ മുളക്, എരിവുള്ള മുളകാണോ? അതുകൊണ്ട് അതിൻ്റെ താഴെ ഇരിക്കുന്നത് വേറെ സൈസ്. അതുകൊണ്ട് അത് 15 രൂപ. അത് വേറെ ഇത് വാങ്ങിക്കാനോ? ചോലം വാങ്ങിച്ചാൽ ശരിയുള്ളത് നോക്കാം. മുളകിനകത്ത് മീനകത്ത് നോക്കാം. ആ പറഞ്ഞത് ശരിയാ. കറി 3-4 എടുത്താൽ മതി. ശരിയുള്ളത് കേട്ടോ. 3-4 ഇടും. 3-4 മാത്രം മതി. ആ 3-4 ഇടും. എരി കൊണ്ടോ നോക്കാം. നോക്കുന്നുണ്ട് മതി. അത്ര മതി. അത് മീനകത്ത് കിട്ടാൻ മതി. ആ മതി. നോക്കാം. മീനകത്ത് ഇത്ര 2 ടൈപ്പായിട്ടിരിക്കുന്നു. ഒരു ടൈപ്പോട് ബുള്ളറ്റ് ചില്ലി. ഇത് എരി കൂടുതലുള്ള. ആണോ? എന്നാ ഇരിക്കട്ടെ. ഏതാ? കാബേജ് വേണ്ട. കാബേജ് വേണോ? വേണേ കാബേജ് എടുക്കാം. അത് കുഴപ്പമില്ല. കാബേജ് എണ്ണം എടുക്കാം. കാബേജ് പോരെ? ആ കാബേജ് തന്നെ. അതെ ശരിയാടാ. വേറെ ടൈം മുളക് കൊടുക്കുന്നുണ്ടേ. ഉള്ളി 3.25. ഉള്ളിക്ക് 3. ഇന്ത്യനാ കേട്ടോ. ഇന്ത്യനാ. എന്നാ ഇതിനല്ലേ? അതാ ഇന്ത്യൻ ഉള്ളിയാ. വന്നു തുടങ്ങിയതാ. ഇന്ത്യയുടെ ഉള്ളി മതി പോരെ? എന്നാ അവർ തരണം.
എന്നാ പോകാം. വെള്ളത്തിന് വില നോക്കി. എടാ ഈ വെള്ളത്തിന് എത്രയാണ് വില? ഇതിന് വില കുറവായിരിക്കുമല്ലോ ഈ വെള്ളത്തിന്. ഓറഞ്ച് പൈസ അതല്ല, ഈ വെള്ളത്തിന് വില കുറവായിരിക്കുമല്ലോ. ഇത് ഖത്തറി വെള്ളമാണ്. ഖത്തറി നമ്മൾ ഈ വെള്ളമല്ല അവിടെ വാങ്ങിക്കുന്നത്. ചാരി ഇരുന്നാണ് ഉറങ്ങുന്നത് ഞങ്ങളോട്. നീ കവറിനകത്തിട്ട് ഞങ്ങൾ വാരി കൊടുക്കട്ടെ. ബില്ലടിക്കുക 50 പൈസ 1 രൂപ ഒക്കെ കുറച്ച് അടിക്കാവും കേട്ടോ. അങ്ങനെയൊക്കെ ആക്കി വെക്കണം. ഇവിടെ നമ്മുടെ ആദ്യത്തെ ഒരു സാധനം വെച്ചാണ് ശരി നമ്പർ പറഞ്ഞു കൊടുക്കാൻ നോക്കി. എനിക്ക് പൈസ തന്നില്ല, അവനെ കൊടുത്തേക്കുന്നു 10 രൂപ. ഒരു പൈസ അല്ല, ഇനിയൊന്നും ചോദിക്കരുത്, തീർന്നു. ആരെ ഇന്നിപ്പോ കൊണ്ടുവരുമോ? ആ വരുമായിരിക്കും. നാളെ മറ്റേ ആൾ പോവല്ലേ? നമ്മുടെ വൈകുന്നേരത്തെ അച്ഛൻ പറഞ്ഞു വണ്ടിക്കാലിൽ നിന്ന് പറഞ്ഞു കിട്ടി. ആ അവര് വൈകുന്നേരത്തെ ക്യാമ്പിൽ വരുത്തുള്ളൂ പറഞ്ഞു. ആ ക്യാമ്പിൽ വരും. ഇപ്പം സൈറ്റ് വരത്തില്ല, കാര്യം പണിയൊക്കെ കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ സൈറ്റിൽ ആ അവർ 9-ാം തീയതി പോവാണ്. ആ അവർ 9-ാം തീയതി പോവാം. നമ്മളോടായിരിക്കും മിക്കവാറും അവരും വരുന്നത്. പക്ഷേ പോയില്ലയോ? ആ പക്ഷേ പോയി. ഇനി ഗൗതമോട് അടിക്കാൻ വേണ്ടി പോവായിരിക്കും. കണ്ടെയ്നറൊന്നും സാധനങ്ങൾ കയറ്റി കൊണ്ടാവും. കാണാം അവരുടെ കണ്ടെയ്നർ കയറ്റി വിട്ടതേ ഇല്ല. നമ്മുടെ കണ്ടെയ്നർ ഒരു ടൈലറിനകത്ത് ഫുള്ളിൽ പോകും. 40 അടിയല്ലേ? ആ നമ്മുടെ 40 അടിയാണ് ഉള്ളത്. അപ്പോൾ അതൊരു വണ്ടി കയറ്റില്ല പോകത്തുള്ളൂ. ആ 2 വണ്ടി വിളിക്കായിരിക്കും. 2 ടയർ. അത് എവരല്ലല്ലോ സാധനങ്ങൾ, നമ്മുടെ സാധനങ്ങളുണ്ട്. നമ്മുടെ കമ്പനിയല്ലേ? ആ ആ അപ്പോൾ ഇതിൻ്റെ പൈസ നമ്മൾ അടയ്ക്കുമോ അതോ? പൈസ നമ്മൾ അടയ്ക്കും. ആ അവരാണ് വണ്ടി ഏർപ്പാടൊക്കെ ചെയ്യുന്നതല്ലേ? നമ്മൾ അവിടുന്ന് ഒരു സാധനത്തിൻ്റെ ഉള്ളൂ. ഇവിടെ നമ്മളെ കണ്ടെയ്നർ സാധനം തിരിച്ചു കൊണ്ടോ പരിപാടി അവരുടെ. അപ്പോൾ വർഷം ഇപ്പം 1.5 വർഷമായില്ലേ നമ്മുടെ മെഷീനും കാര്യങ്ങളെല്ലാം ഇവിടെ വന്നിട്ട്? അതിനെന്തോ അവരുടെ തന്നെ പ്രോജക്റ്റല്ലേ നമ്മൾ ചെയ്യുന്നത്. അല്ല ഞാൻ ആ ചായ പിടിക്കാം. അപ്പോൾ രഞ്ജിത്തിനോട് നിനക്ക് പറയാനുള്ളത് എന്താടാ? എന്തു പറഞ്ഞേ? ഉണ്ടോ കടിയുണ്ടോ? ये डिम चॉप, ये डिम पराठा है, ये पकौड़ा है 2 पीस एक रियल, ये बैगन है 2 पीस एक रियल, ये आलू का चॉप 2 पीस एक रियल. മതിയടാ, അത് 3 രൂപയ്ക്ക് അത് മേടിക്കും. चाहिए 3 ചായ മേടിക്കും. അത്രയും കാര്യം. 3 रुपये दे दो. 3 रुपये का. हाँ बच्ची हाँ बजी. വെങ്കേഷ് ഇരിക്കുന്ന ഇരിപ്പുണ്ടോ? കാപ്പി കുടിക്കാൻ ഞങ്ങൾ വരുക, സഹകരിക്കുക, പോവുക, എണ്ണീച്ച് പോവുക. വാ വാ വാ. കാപ്പി കുടിയും കഴിഞ്ഞിട്ട് ഇറങ്ങി വരുന്ന 2 പേരെ കണ്ടോ? കേട്ടോ നീ അങ്ങോട്ട് പോവും വഴി. അതിപ്പോ പറയണ്ട. ആയ വിളിച്ച് പോരാ ഓറില്ല. എടാ നീ രഞ്ജിത്തിനോട് എന്തോ ഇടയാണ്ട് പറയണമെന്ന് പറഞ്ഞു. തിരിഞ്ഞു എന്ന് പറ എന്തുവാന്ന്. അവൻ കേട്ടില്ല. എന്തുവായിരുന്നു പറഞ്ഞേ?
ഇപ്പോൾ ഇപ്പം വന്ന നമുക്ക് ഇപ്പോൾ ആരെങ്കിലുമൊക്കെ വഴിയൊക്കെ പറഞ്ഞു തരണം. കാര്യം നമ്മളൊരു പ്രാവശ്യം വഴി തെറ്റി പോയില്ലേ അങ്ങ്. ആ സിഗ്നലിൻ്റെ അവിടെ വരെ പോയി. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് നമ്മൾ തിരിച്ചു വന്നു. ഈ വണ്ടിക്ക് ഇടയ്ക്കൂടി ഇങ്ങനെ പോവാ. കാര്യം പറഞ്ഞ് നമ്മൾ വഴി തെറ്റിപ്പോയതാണ് അത് നമ്മുടെ വണ്ടി അവിടെ നില്ല. ആ അവർ മുന്നേ നടന്നു പോയി. അല്ല, നമ്മളാ മുന്നേ നടന്നു പോയേ. അവരാണ് മുന്നേ പോയേ. ആ നമ്മൾ അവരെ പറയുന്നത് വെച്ച് പിടിച്ചു. ആ വഴി മാറി എന്നുള്ള മനസ്സിലായത്. അവിടുന്ന് പിന്നെ നമ്മൾ തിരിച്ചു വന്നു. വേറെ കാര്യമുണ്ട്, കുടിക്കാൻ നമ്മുടെ കയ്യിൽ ജ്യൂസ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. അവിടെ വന്നൊരു ജ്യൂസും എന്തായിരുന്നു വേണ്ട കഴിക്കാനായിട്ടുണ്ടായിരുന്നല്ലോ. എന്തുമായിരുന്നു? ജ്യൂസേ ഉള്ളായിരുന്നു. ആ അങ്ങനെ ഞങ്ങളുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് ഒരു അബുദാബി ട്രിപ്പ് ഞങ്ങളുടെ ഒന്നുകിൽ നാളെ വൈകിട്ട് അല്ലെങ്കിൽ മറ്റന്നാൾ വൈകിട്ട് ഞങ്ങൾ 7 പേരുമായിട്ട് തിരിച്ച് ഞങ്ങളുടെ വീട്ടിലോട്ട് പോകുന്നവരാണ്. നമ്മൾ അബുദാബിക്ക് തിരിച്ചു പോകുന്നത് അല്ലേ. ഇവിടുത്തെ പണിയും കഴിഞ്ഞ് 6 മാസത്തെ ഇവിടുത്തെ പണിയും കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോകുന്നു. ഒന്നുകിൽ നാളെ വൈകിട്ട് അല്ലെങ്കിൽ മറ്റന്നാൾ വൈകിട്ട് ഞങ്ങൾ തിരിച്ചു. അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഗുഡ് നൈറ്റ്.